അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ആദ്യമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ഭക്തി പ്രകടനമാണ് സുജൂദ് എന്നത്. സുജൂദിനെ കുറിച്ച് നിരന്തരമായി നമ്മൾ സംസാരിക്കുന്നു. സുജൂദിന്റെ പഠനങ്ങളിൽ നമുക്ക് ബോധ്യമാകുന്ന വളരെ അത്ഭുതകരമായ അറിവുകൾ എമ്പാടും ഉണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറയിൽ വെച്ച് നമ്മളെ തിരിച്ചറിയുന്ന ഒരു അമല് കൂടിയാണ് സുജൂദ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുജൂദ് നിരന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് അവനൊരു യഥാർത്ഥ സത്യവിശ്വാസിയായി നിസ്കാരം പോലെയുള്ള കാര്യങ്ങളിലൂടെ സജീവമായിരുന്നു എങ്കിൽ ഉറപ്പായും അവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയും, സുനിശ്ചിതമാണ്. അള്ളാഹുവിന്റെ മഹ്ശറയിൽ ഭയവിഹുലരായ സർവസൃഷ്ടികളും വിയർത്തൊലിച്ച് നിൽക്ക എന്നതാണ് പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുള്ളത്, ആ സമയത്ത് അമ്പിയാക്കൾ പോലും പേടിച്ചരണ്ടു പോകുമെന്ന്. ഒരഭയത്തിനു വേണ്ടി എവിടെ അഭയം ചോദിച്ചു ചൊല്ലുമെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു രംഗമാണ് മഹ്ശറയുടെ രംഗം. അവിടെ സുജൂദിന്റെ മഹത്തായ ബന്ധം ഒരു സത്യവിശ്വാസിയോട് തീർച്ചയായും സ്ഥാപിക്കുന്ന ആളാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളിൽ നമുക്കിത് കാണാൻ കഴിയും. സുജൂദ് ചെയ്ത ആളുകൾക്ക് അവിടെ ചെല്ലുമ്പോൾ മുഖത്തൊരു പ്രത്യേക പ്രകാശമായിരിക്കുന്ന, ആ പ്രകാശം കൊണ്ടാ തിരിച്ചറിയാം. സുജൂദ് ജീവിതത്തിൽ എമ്പാടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ മുഖത്ത് ദുനിയാവിലും മാത്രമല്ല പ്രകാശമുള്ളത്, ദുനിയാവിലൊരു വെളിച്ചമുണ്ട്, അവരെ കാണാൻ നല്ല രസമായിരിക്കും. ആ വെളിച്ചം ആഖിറത്തിലും ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ സ്വഹാബി പ്രമുഖൻ അബൂ ദർ റളിയല്ലാഹു അൻഹു, മറ്റൊരു സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് മഹാന്മാരായ സ്വഹാബികൾ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹ്ശറയുടെ വർണ്ണന ഈ രണ്ട് സ്വഹാബികൾ ഒരേ സമയം ഈ ഹദീസ് നിവേദനം ചെയ്യുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അവ്വലു മൻ യുഅ്ദനു ലഹു ഫിസ് സുജൂദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം സുജൂദ് കൊണ്ട് അനുവാദം കിട്ടപ്പെടുന്നത് എനിക്കായിരിക്കും എന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെപ്പോട് ഖിയാമത്ത് നാളൊരു സുജൂദ്? ഭയവിഹുലതയുടെ പ്രകടനം അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കാൻ അള്ളാഹ് അനുവാദം കൊടുക്കാം. മഹാന്മാരായ അമ്പിയാക്കൾ നിരന്തരം അതിനുവേണ്ടി ഓരോ നിലക്ക് പരിശ്രമിക്കുക. ദുആ കൊണ്ടാവാം, അമല് എന്ന തലത്തിൽ ഒന്നിനെയും അവിടെ പരിഗണിക്കേണ്ടതില്ല. കാരണം അമലിന്റെ ഘട്ടം കഴിഞ്ഞു, അത് ദുനിയാവായിരുന്നു, ദുനിയാവ് അവസാനിച്ചു. മഹ്ശറയിൽ പ്രത്യേകം അനുവാദം കിട്ടിയ സുജൂദിന് ആദ്യം അനുവാദം കിട്ടുന്നത് ഹബീബായ നബി തങ്ങൾ പറയാം, അവിടുത്തേക്കാണെന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീണ്ട സുജൂദിൽ അവ്വലു മൻ യുഅ്ദനു ലഹു അൻ യർഫഅ റഅസ, മദിയാക്കു സുജൂദ് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം ആദ്യം കിട്ടുന്നതും എനിക്ക് തന്നെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅർഫഉ റഅസി, അന്നേരം ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കുമ്പോ ഫഅൻദുറു ബൈന യദയ്യ ഫഅരിഫു ഉമ്മത്തി മിൻ ബൈനിൽ ഉമം, ഞാൻ എൻ്റെ മുന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ മറ്റു സമൂഹങ്ങളും സമുദായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്നും എൻ്റെ സമുദായത്തെ എനിക്ക് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുമെന്ന് പുണ്യ നബി. അള്ളാഹുവേ, ആ തിരിച്ചറിയുന്നവരിൽ
ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. എന്നിട്ടോ വഅൻദുറു അൻ യമീനി ഫഅരിഫു ഉമ്മത്തി മിൻ ബൈനിൽ ഉമം വഅൻദുറു അൻ ശിമാലി ഫഅരിഫു ഉമ്മത്തി മിൻ ബൈനിൽ ഉമം. ഞാൻ എൻ്റെ ഇടത്തേക്കും വലത്തേക്കും മാറി മാറി നോക്കും, അപ്പോഴും മറ്റു സമൂഹങ്ങളുടെ ഇടയിൽ നിന്നും എൻ്റെ സമുദായത്തെ എനിക്ക് പ്രത്യേകമായി തിരിച്ചറിയാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വകൈഫ തഅരിഫു ഉമ്മതക മിൻ ബൈനിൽ ഉമം മാ ബൈന നൂഹ് ഇലാ ഉമ്മതിക. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് ശർഈ നിർബന്ധമാകുന്ന അവിടുന്ന് അങ്ങയുടെ സമൂഹം വരെ ഇത്രയും ജനകോടികൾ നിലനിൽക്കുന്നിടത്ത്, ഇത്രയും ജനകോടികൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങയുടെ സമുദായത്തെ മാത്രം എങ്ങനെയാ തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിയാ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ അഥരിൽ വുദു. ഒന്നാമത് എനിക്ക് അവരെ തിരിച്ചറിയാനുള്ള അടയാളം, അവർ ഉളൂ ചെയ്തതിന്റെ ഭാഗങ്ങളൊക്കെ, ഉളൂന്റെ വെള്ളം സ്പർശിതമായ ഭാഗങ്ങളൊക്കെ വെളുത്തിരിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യം എന്റെ സമുദായത്തെ തിരിച്ചറിയുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅരിഫുഹും അന്നഹും യുഅ്തൂന കുതുബഹും ബിഐമാനിഹിം. രണ്ടാമത് അവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ കിതാബുകൾ വലങ്കയിൽ കൊടുക്കപ്പെടുന്നു എന്നതാണ്. വഅരിഫുഹും ബിസിമാഹും ഫി വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. മൂന്നാമത് ഞാൻ എൻ്റെ സമൂഹത്തെ അവരുടെ ഇടയിൽ നിന്നും തിരിച്ചറിയുന്നത് എൻ്റെ സമുദായത്തിന്റെ അംഗത്തിന്റെ മുഖത്ത് സുജൂദിന്റെ ഒരു അടയാളം ഞാൻ കാണും, വെളിച്ചമുണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅരിഫുഹും ബിനൂരിഹിം അല്ലദീ ബൈന ഐദീഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. മാത്രമല്ല എൻ്റെ സമുദായത്തിലെ കബൂലായ മനുഷ്യനാണ് എൻ്റെ കണ്ണിന്റെ മുന്നിൽ തിരിച്ചറിയപ്പെടുന്നതെങ്കിൽ ആ മനുഷ്യൻ ഒറ്റക്ക് നിന്നാൽ മുന്നിലും പിന്നിലും അദ്ദേഹത്തിന്റെ ചുറ്റുപാടിലും പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിലായിരിക്കും ഞാൻ അദ്ദേഹത്തെ കാണാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പ്രത്യേകം പറഞ്ഞു, സുജൂദിന്റെ അടയാളം കൊണ്ട്, സുജൂദിന്റെ ഒരു അനുഭവം കൊണ്ട് മുഖം വെട്ടിത്തിളങ്ങുമെന്ന്, ചുറ്റിലും അതിന്റെ വെളിച്ചം ഉണ്ടാകുമെന്ന്. അങ്ങനെ നബി തങ്ങൾ മഹ്ശറയിൽ തിരിച്ചറിയുന്ന അങ്ങനത്തെ ഒരു വിഭാഗത്തെ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാതു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ذلك هو الفوز العظيم. സൂറത്തുൽ ഹദീദ്. നബിയെ, അന്നത്തെ ദിവസം മുഅ്മിനീങ്ങളെ അങ്ങേക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പ്രത്യേകം പറഞ്ഞു. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ദിവസത്തെ ചൂണ്ടിയിട്ട് ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയും. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അവരുടെ മുന്നിലും പിന്നിലും ചുറ്റിലുമൊക്കെയായി അവരുടെ പ്രകാശം ഇങ്ങനെ വിസരണം നടക്കുന്നു, വിതറപ്പെടുന്നു. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നതായി അങ്ങേക്ക് കാണാൻ കഴിയും. ബുശ്റാകുമുൽ യൗം. അന്ന് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നവർക്ക് സന്തോഷം പറഞ്ഞോ നബിയേ. ജന്നതു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവിരാമം കളകളാരവം മുഴക്കി ഒഴുകുന്ന നദീ സമ്പൽ സമൃദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിന്റെ തോപ്പുകളാ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചതെന്ന് പറഞ്ഞേക്ക് നബിയേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു. അന്നത്തെ ദിവസം സുജൂദിന്റെ ഒരു ബന്ധം അള്ളാഹു മനുഷ്യരുടെ ഇടയിൽ നബിയോട് വെച്ചിട്ടുണ്ട്. ചെറിയ കാര്യമൊന്നല്ല പറഞ്ഞത്, ചെറിയ കാര്യമല്ല. സുജൂദിന്റെ അത്ഭുതം എന്താ? ഒരു അത്ഭുത പ്രവൃത്തി സുജൂദ്. അത് ചെയ്യേണ്ടവൻ ചെയ്യുമ്പോൾ അത്ഭുതമായിട്ട് മാറാം. ഒരു സംഭവം കണ്ടോളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കേട്ടോളൂ.
സജദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിന്നജ്ം. അല്ലാഹുവിന്റെ ഹബീബിന് വലിയ ഇഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൻ നജ്ം. സൂറത്തുൻ നജ്ം വലിയ പ്രത്യേകതയുള്ള സൂറത്താണ്. ഹബീബായ നബിയുടെ ജീവിതത്തിലെ വലിയ സംഭവങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൻ നജ്ം. സൂറത്തുൻ നജ്മിൽ പറയുന്നു, വൻ നജ്മി ഇദാ ഹവ. നജ്ം നക്ഷത്രം, ആ പറയപ്പെട്ട നജ്മ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. മിഅ്റാജ് ഒക്കെ പറയുന്നത് സൂറത്തുൻ നജ്മിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സൂറത്തുൻ നജ്ം ഓതി വസജദ മഅഹുൽ മുസ്ലിമൂൻ വൽ മുശ്രികൂൻ വൽ ജിന്നു വൽ ഇൻസ്. സൂറത്തുൻ നജ്ം അവസാനിക്കുന്നത് തിലാവത്തിന്റെ സുജൂദോട് കൂടെയാണ്. അതിന്റെ അവസാനത്തെ ആയത്ത് സുജൂദിന് ആഹ്വാനമുള്ള ആയത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സൂറത്തുൻ നജ്ം ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൻ നജ്മി ഇദാ ഹവാ മാ ضل صاحبكم വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى. ഹബീബ് ജിബ്രീലുമായി സംഗമിക്കുന്ന രംഗങ്ങളായി പറയുന്നത്. മിഅ്റാജ പറയാൻ പോകുന്നത്. രസകരമായ ഇങ്ങനെ പാരായണം. സൂറത്തുൻ നജ്ം അവസാനിക്കുന്നു. സൂറത്തുൻ നജ്ം അവസാനിക്കുന്നത് തിലാവത്തിന്റെ സുജൂദിന്റെ ആഹ്വാനത്തോടുകൂടെ. അല്ലാഹുവിന്റെ ഹബീബ് ആ ഭാഗം എത്തിയപ്പോൾ കൃത്യമായി തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണ്. വസജദ മഅഹുൽ മുസ്ലിമൂൻ. ഈ പാരായണത്തിന് സാക്ഷികളായിട്ടുള്ള സർവ്വ മുസ്ലിമീങ്ങളും നബിയുടെ കൂടെ അവിടെ സുജൂദ് ചെയ്തു. മാത്രവുമല്ല, ഹബീബിന്റെ പാരായണം കേൾക്കാൻ മുശ്രിക്കീങ്ങൾ വരാറുണ്ട്. അവരും സുജൂദ് ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പാരായണത്തിന് വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി ജിന്നുകൾ വരാറുണ്ട്. അവരും സുജൂദ് ചെയ്തു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ എന്താ, ഇതൊരു അത്ഭുതകരമായ കർമ്മമാണ്. ഇതിലേക്ക് ലയിക്കും കണ്ടു നിൽക്കുന്നവൻ പോലും. പക്ഷെ ചെയ്യുന്ന ആള് അത്ര ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന ആയത്ത് സുജൂദ് വന്നപ്പോ ചെയ്തു പോയി. സുജൂദുകളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 സുജൂദുകളുണ്ട്. വേഗം പറയാം. അതിന്റെ ഒരു കർമ്മശാസ്ത്ര ബന്ധിതമായ ഒരു ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാം. 1 സഹ്വിന്റെ സുജൂദ്, 2 തിലാവത്തിന്റെ സുജൂദ്, 3 ശുക്റിന്റെ സുജൂദ്. സാധാരണക്കാര് പ്രത്യേകം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഇത് ചർച്ച സജീവമായ ചർച്ച ഇതിനെ കുറിച്ച് ഉണ്ടാവലില്ലല്ലോ. ആദ്യം നമുക്ക് സഹ്വിന്റെ സുജൂദിനെ കുറിച്ച് പറയാം. ഹുവ സജദത്താനി ഖുബൈല സലാം വഇൻ കസൂറ സബബുഹു. സഹ്വിന്റെ സുജൂദ് 2 എണ്ണമാണ്. നിസ്കാരത്തിലാണ് അതുള്ളത്. അത് സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പാണ് ചെയ്യേണ്ടത്. സഹ്വിന്റെ സുജൂദ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇനി പറയും. ഒരു കാരണമായാലും ഒന്നിലധികം കാരണങ്ങളായാലും നിസ്കാരത്തിൽ സംഭവിച്ചാൽ, ഒന്നിലധികം കാരണങ്ങളായാലും 2 സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. സഹ്വിന്റെ സുജൂദ് അത് വൽ ജുലൂസ് ബൈനഹുമാ കസജദതൈ സ്വലാഹ്. നിസ്കാരത്തിൽ സാധാരണ നമ്മൾ സുജൂദ് ചെയ്യുന്നത് ജോഡിയായിട്ടാണ്. 2 സുജൂദ് ഒരുമിച്ചല്ല ചെയ്യാം. സഹ്വിന്റെ സുജൂദ് അതുപോലെ തന്നെയാണ്. 2 സുജൂദ് നിസ്കാരത്തിൽ സാധാരണ ചെയ്യാറുണ്ടല്ലോ. ഓരോ റക്അത്തിലും ഈ 2 സുജൂദ് ഉണ്ടല്ലോ. അതിന്റെ ഇടയിലുള്ള ഇരുത്തം അതുപോലെ തന്നെയാണ് സഹ്വിന്റെ സുജൂദും, അതിന്റെ ഇടയിലുള്ള ഇരുത്തവും. എന്നാലും സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. യജിബു ഖസ്ദുഹു ലിഗൈരി മഅ്മൂമിൻ ഇൻദ ശുറൂഇ ഫീഹി. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട ഘട്ടത്തിലാണെങ്കിൽ, ആ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യാനെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള് മഅ്മൂം അല്ല.
അതുപോലെ ഇമാമായി നിൽക്കുന്ന ആളും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും സഹവിന്റെ സുജൂദ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യാണെന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ ആ കരുതൽ ഉണ്ടാവണം. അതതിന്റെ ഒരു നിബന്ധനയാണ്. മഅ്മൂമിന് കുഴപ്പമില്ല, ഇമാമിനെ അങ്ങോട്ട് തുടർന്നാൽ മതി. സഹവിന്റെ സുജൂദ് ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെയാണ്. എന്തിനാണ് സഹവിന്റെ സുജൂദ് ശറഇൽ ഒരു അമലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇത് അമലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, ശറഅക്കപ്പെട്ടിരിക്കുന്നത്, ഈ സഹവിന്റെ സുജൂദ് ശറഅക്കപ്പെട്ടിരിക്കുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന പിഴവുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുജൂദ് ശറഅക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണ ഈ സഹവിന്റെ സുജൂദിന്റെ ഒരു പ്രധാന കാരണമായി കാണാറുള്ളത് അസ്സഹ്വു, മറവി സംഭവിക്കലാണ്. നിസ്കാരത്തിൽ പല മറവിയിൽ എന്തെങ്കിലും സംഭവിക്കലാണ്. എന്തായാലും സഹവിന്റെ സുജൂദിന്റെ അടിസ്ഥാന സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനം സുന്നത്ത് മുഅക്കദയാണ്, ശക്തമായ സുന്നത്ത്. അതിന്റെ വിധി ശക്തമായ സുന്നത്തേ ഉള്ളൂ. സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. ഒരു മനുഷ്യൻ സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണെന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം മിക്കവാറും എല്ലാവരും ഓർമ്മ അത് നിർബന്ധമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്ത് ആർക്കാണ്? ഒരുപാട് ആളുകൾ നിസ്കാരത്തിന് തന്റെ പിന്നിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമാമ് നിൽക്കുന്ന ആള് താൻ സഹവിന്റെ സുജൂദ് ചെയ്താൽ ജനങ്ങൾക്ക് വസ്വാസാവെന്ന് കണ്ടാൽ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ജനങ്ങൾക്ക് വസ്വാസ ആകാത്ത നിലയിലുള്ള ഒരു ജമാഅത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമാണെങ്കിൽ അയാൾക്ക് ശക്തമായ സുന്നത്താണ്. അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ശക്തമായ സുന്നത്താണ്. ജനങ്ങൾക്ക് വസ്വാസാവുമെങ്കിൽ ആ ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാ. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾക്ക് വസ്വാസാവൂല. സാധാരണ അങ്ങനെ വസ്വാസാവലില്ല. വസ്വാസാകാത്തവിടത്ത് ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഒക്കെ സഹവിന്റെ സുജൂദ് അതിനുള്ള കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ സുന്നത്താണ്. അതുപോലെ തന്നെ ജനാസ നിസ്കാരം അല്ലാത്തതിലാണ് സഹവിന്റെ സുജൂദ് ഉള്ളത്. ജനാസ നിസ്കാരത്തിലെ പിഴവിന് സഹവിന്റെ സുജൂദ് ഇല്ല. കാരണം ജനാസ നിസ്കാരത്തിൽ അടിസ്ഥാനപരമായ സുജൂദ് ഇല്ല, ഫർദായ സുജൂദ് ഇല്ലല്ലോ. പിന്നെ സുന്നത്ത് മുഅക്കദ, ശക്തമായ സുന്നത്തായ സഹവിന്റെ സുജൂദ് എന്തായാലും ഉണ്ടാവൂല. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വസ്വാസാവുമെങ്കിൽ നിസ്കാരത്തില് ഒരു മനുഷ്യൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നും ഫുഖഹാഇന് അഭിപ്രായമുണ്ട്. സഹവിന്റെ സുജൂദ് സാധാരണ ചെയ്യാനുള്ള കാരണമായി പറയപ്പെടാറുള്ളത് 6 കാര്യങ്ങളെയാണ്. ഇനി പറയാൻ പോകുന്ന 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹവിന്റെ സുജൂദിൽ പരിഗണിക്കപ്പെടുന്ന 6 കാരണങ്ങൾ. ഒന്നാമത്തേത്, ഈ 6ൽ ഒരു കാരണം ഉണ്ടെങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യാം. ഒന്നാമത്തേത് തർക്കു ബഅദിൻ മിൻ അബ്ആദി സ്വലാത്തി അംദൻ ഔ സഹ്വൻ. നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിനെ ഒരാള് മനഃപൂർവമോ അല്ലെങ്കിൽ മറന്നോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഒന്നാണ് ഖുനൂത്ത്. അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും സഹവിന്റെ സുജൂദ് സുന്നത്താണ്. അല്ലെങ്കിലോ മറന്നു പോയാലും സഹവിന്റെ സുജൂദ് സുന്നത്താണ്. മനഃപൂർവ്വം ഒഴിവാക്കാം, അല്ലെങ്കിൽ മറന്നു ഒഴിവാക്കാം. നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്തിനെ, നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിൽപ്പെട്ട സുന്നത്ത് ആണ് ഉദാഹരണം ഖുനൂത്ത്. മനഃപൂർവ്വം ഒഴിവാക്കി അല്ലെങ്കിൽ മറന്നു ഒഴിവാക്കി, ആ മനുഷ്യന് സഹവിന്റെ സുജൂദ് സുന്നത്താണ്. രണ്ടാമത്തെ 6 കാരണം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ കാരണം ശക്കും ഫീ തർക്കി ബഅദി മുഅയ്യൻ. അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഏതോ ഒരെണ്ണത്തെ താൻ ഉപേക്ഷിച്ചോ ഒഴിവാക്കിയോ എന്നൊരു സംശയം ഉണ്ടെങ്കിലും സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. മൂന്നാമത്തെ കാരണം നഖ്ലു മത്ലൂബി ഖൗലിയിൻ ലാ യുബ്തിലു നഖ്ലുഹു ഇലാ ഗൈരി മഹല്ലിഹി. നമ്മൾ വായ കൊണ്ട് പറയൽ നിർബന്ധവും സുന്നത്തുമായ പല കാര്യങ്ങളും നിസ്കാരത്തിലുണ്ട്. അത്തഹിയ്യാത്തുണ്ട്, സ്വലാത്തുണ്ട്, ദുആഉണ്ട്, സുബ്ഹാന റബ്ബിയൽ അലീം ഉണ്ട്, സുബ്ഹാന റബ്ബിയൽ അഅലയുണ്ട്. ഇതിലിപ്പോ റുകൂഇൽ പറയേണ്ടത് സുജൂദിൽ പറഞ്ഞു പോയി എന്നോർത്ത് നിസ്കാരം ബാത്തിലാവുന്നില്ല.
നിസ്കാരം ബാത്തിലാവാത്ത രീതിയിൽ ചില കൗലിയായ കാര്യങ്ങളെ, വായ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി പോയാൽ അവിടെ സഹവിന്റെ സുജൂദ് സുന്നത്താണ്. ഇപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടുന്ന ആ പ്രയോഗം വായ കൊണ്ട് പറയേണ്ട ഫർളാണ്. അതിനെ നിസ്കാരത്തിന്റെ ഇടയിൽ പറഞ്ഞ നിസ്കാരം പോയി. അങ്ങനെ അല്ലാത്ത വേറെ വായ കൊണ്ട് പറയുന്ന വല്ലതും, അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് ഇരുന്നിട്ട് ഒരാൾ ഫാത്തിഹ ഓതിപ്പോയി, അറിയാതെ ഓതിപ്പോയതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ വായ കൊണ്ട് പറയേണ്ട കാര്യം അത് പറയേണ്ട ഇടമല്ലാത്തിടത്തേക്ക് മാറ്റി പറഞ്ഞു പോയാൽ ആ മനുഷ്യൻ സഹവിന്റെ സുജൂദ് ചെയ്യൽ ശക്തമായ സുന്നത്താണ്. പിന്നെ സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. സഹ്വുമാ യുബ്തിലുഹു അംദുഹു കതത്വീലി റുക്നിൻ കസീരിൻ. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യം മറന്ന് ചെയ്തു പോയാലും സഹവിന്റെ സുജൂദ് സുന്നത്താണ്. ഇപ്പൊ മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യമാണ് ഖസീറായ ഫർദിനെ നീട്ടാം. ഖസീറായ ഫർദ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു ഫർദ് ഉണ്ട്, അതിനെ നീട്ടാൻ പാടില്ല. അങ്ങനെ രണ്ട് ഫർദാ ഉള്ളത്. ഒന്ന് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, രണ്ട് എഴുത്തിദാൽ. ഇത് ഖസീറായ ഫർദാണ്. അതിൽ ചൊല്ലേണ്ട രണ്ട് ദിക്റുകളുണ്ട്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും എഴുത്തിദാലിലും. അതിന് ചൊല്ലാൻ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതും വിട്ട് നീണ്ട് ഒരാൾ അത്തഹിയാത്തൊക്കെ ഇരിക്കുന്ന പോലെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തെ നീട്ടി വിട്ടാൽ ആ നിസ്കാരം ബാത്തിലാവും. കാരണം അത് ചുരുക്കി ചെയ്യേണ്ട ഒരു ഖസീറായ ഫർദാണ്. അതിനെ നീട്ടിക്കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഒരാൾ നീട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ നിസ്കാരം ബാത്തിലാവും. അപ്പൊ ഖസീറായ ഫർദിനെ നീട്ടാൻ പാടില്ല. ഇഅ്തിദാലിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ചൊല്ലുന്ന ദിക്ർ ചൊല്ല, അതിനപ്പുറത്തേക്ക് നീണ്ടു പോവാതിരിക്കുക. ഖുനൂത്ത് വരുന്ന സന്ദർഭമല്ലോട്ടോ ഈ പറഞ്ഞത്. അപ്പൊ ഖസീറായ ഫർദിനെ ഒരാൾ നീട്ടി കൊണ്ടുപോയാൽ, മനഃപൂർവ്വമാണ് നീട്ടണമെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അത് മറന്നാണ് ചെയ്യുന്നത് എങ്കിൽ ആ മനുഷ്യന് സഹ്വിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. അതായത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം മറന്നു ചെയ്താൽ സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. അഞ്ചാമത്തെ കാരണം അശ്ശക്കു ഫീമാ സ്വല്ലാഹ് മഅ ഇഹ്തിമാൽ സിയാദതി. ഒരാൾ നിസ്കരിച്ച റക്അത്തുകളിൽ സംശയം വന്നു, എന്നാലും കൂടുതൽ റക്അത്ത് നിസ്കരിച്ചതാവാനാണ് സാധ്യത. ഉദാഹരണം ലോഹർ 5 നിസ്കരിച്ചിട്ടുണ്ടാവും, കുറഞ്ഞു പോയിട്ടില്ല. സംശയമുണ്ട്, സംശയത്തിൽ കൂടുതലിനാണ് സാധ്യത. അങ്ങനെ വരുന്നിടത്ത് ആ മനുഷ്യൻ സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നാല് റക്അത്തുള്ളത് 3 4 എന്ന് സംശയിച്ചാൽ, എന്നാൽ എന്താ ചെയ്യേണ്ടത്? 3 കൊണ്ട് പിടിച്ചിട്ട് 4ാമത് റക്അത്ത് കൊണ്ടുവരികയും ചെയ്യണം. യസ്ജുദുൽ സഹ്വി സംശയിച്ചു പോയല്ലോ, അതിന്റെ പേരിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ്. ആ സംശയം ഇങ്ങനെ നീങ്ങിപ്പോയാലും ശരി, സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആറാമത്തെ കാരണം, സഹ്വിന്റെ സുജൂദിന് പറയപ്പെട്ടിട്ടുള്ള 6 കാരണങ്ങളിൽ 6ാമത്തെ കാരണം വുഖൂഉ ശൈഇൻ മിൻ ഹാദിഹിൽ അസ്ബാബി മിൻ ഇമാമിഹി ഫയസ്ജുദു വഇല്ലം യസ്ജുദ് ഇമാമുഹു. ഈ പറയപ്പെട്ട കാരണങ്ങൾ, ഇപ്പൊ മുമ്പ് 5 കാര്യങ്ങൾ പറഞ്ഞ 6ാമത്തെയാണല്ലോ പറയുന്നത്. 6ാമത്തെ കാരണം, പറയപ്പെട്ട 5-ൽ ഏതെങ്കിലും ഒരു കാരണം ഇമാമിന് സംഭവിച്ചിട്ടുണ്ട്. അത് മഅ്മൂമിന് ബാക്കിൽ നിന്നപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇമാം സുജൂദ് ചെയ്തിട്ടുമില്ല, എന്നാൽ ആ മഅ്മൂമിന് സുജൂദ് ചെയ്യാവുന്നതാണ്. അതാണ് 6ാമത്തെ കാരണം. മഅ്മൂമിന് സുജൂദ് ചെയ്യാം. ഇനിയോ, ഒരു മഅ്മൂമിന് പിഴവ് സംഭവിച്ചു, ഇമാമിന് സംഭവിച്ചിട്ടില്ല. ആ മഅ്മൂമ് തനിക്ക് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞ് അയാള് സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അവന്റെ പിഴവിനെ ഇമാമ് വഹിച്ചു. എന്നാൽ ഇമാമിന് പറ്റിയ പിഴവ്, ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യാതെ സലാം വീട്ടിപ്പോയാൽ, സുന്നത്ത് മുഅക്കദയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇമാമ് സലാം വീട്ടി സുജൂദ് ചെയ്തില്ല. എന്നാൽ മഅ്മൂമ് സുജൂദ് ചെയ്ത് സുന്നത്താണ്. കാരണം ഇമാമിന് ബാധിച്ച പിഴവ് ഈ മഅ്മൂമിനെ ബാധിക്കുന്നതാണ്. മഅ്മൂമിന് ഒറ്റയ്ക്കാണ് പിഴവ് സംഭവിച്ചെങ്കിൽ മഅ്മൂമ് സുജൂദ് ചെയ്യാൻ പാടില്ല, സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അവന്റെ പിഴവിനെ ഇമാമ് പരിഹരിച്ച് വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. ആ രീതിയിൽ ഇമാമിന്റെ പിഴവുകളെ പരിഗണിച്ചുകൊണ്ട് സഹ്വിന്റെ സുജൂദ് ഇമാമ് ചെയ്തില്ലെങ്കിലും മഅ്മൂമിന് സുന്നത്ത് മുഅക്കദയാണ്. ഇനി കേട്ടോളൂ, അതുപോലെ തന്നെ വലാ യസ്ജുദുൽ വൽ മസ്ബൂഖു യുഈദുഹു ഫി ആഖിരി സ്വലാത്തിഹി. ഒരു ഇമാമിന് തെറ്റുപറ്റി, ഇമാമ് സലാം വെട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്തു,
അപ്പോഴുണ്ട് റകഅത്ത് പിന്തി വരുന്ന മസ്ബൂക്ക് ഉണ്ടല്ലോ, ആ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ കൂടിയ ആളാണ്. ഇമാമ സലാം വീട്ടിയ ശേഷം അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മസ്ബൂക്കായി വന്ന ആളല്ലേ, അവന് വിട്ടുപോയ റകഅത്തുകൾ അവൻ പൂർത്തീകരിച്ച് നിസ്കരിക്കണം. അങ്ങനെ റകഅത്തുകൾ പിന്തി വരുന്ന മസ്ബൂക്കായ മഅ്മൂമ് ഇമാമിന്റെ കൂടെ സഹ്വിന്റെ സുജൂദ് ചെയ്തതാണല്ലോ, എന്നാലും ഈ മഅ്മൂമ് സലാം വീട്ടുന്നതിന് മുമ്പ് വീണ്ടും സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഇനിയോ അയാളെ തുടർന്ന് പിന്നെയും ഒരാൾ മസ്ബൂക്കായി അയാളെ ഇമാമാക്കി പിന്നിൽ ഒരാൾ കൂടി, സാധാരണ പള്ളികളിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഇയാള് സലാം വിട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്തു, ആ കൂട്ടത്തില് ആ പിന്തുടർന്ന ആൾക്ക് വീണ്ടും തുടരാം. അവൻ സലാം വെട്ടുന്നതിന് മുമ്പ് വീണ്ടും സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇപ്പൊ 2 വട്ടം സഹ്വിന്റെ സുജൂദ് ഒരു നിസ്കാരത്തിൽ വന്നു. ഒന്ന് ഇമാമിനെ തുടർന്ന നേരത്ത് ഇമാമിനെ തുടർന്നുകൊണ്ടും, 2 ഇമാമിന്റെ പിഴവുകൾക്ക് വേണ്ടിയിട്ടും. ആ രീതിയിൽ 2 സഹ്വിന്റെ സുജൂദ് 2 പ്രാവശ്യം സ്വന്തം സലാം വീട്ടുന്നതിന് മുമ്പും ഇമാമ സലാം വീട്ടുന്നതിന്റെ മുമ്പും നടന്ന ആ 2ലും ഒരാള് നിർവഹിക്കണം എന്നുള്ളതാണ് ഫിഖ്ഹ് പറയുന്നത്. ഇത്തിരി കടുപ്പമുള്ള ഭാഗമാണ്, ഒന്ന് ശ്രദ്ധിക്ക, അല്ലെങ്കിൽ അത് മനസ്സിലാവൂല. അപ്പൊ ഈ രീതിയിലുള്ള 6 കാരണങ്ങൾ കൊണ്ട് സഹ്വിന്റെ സുജൂദ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി വയഫൂതു സുജൂദ് സഹ്വി ഇൻ സല്ലമ അംദൻ വഇൻ ഖറബൽ ഫസ്ലു. ഒരാൾക്ക് സഹ്വിന്റെ സുജൂദ് സുന്നത്താണെന്ന് അറിയാം, അത് ചെയ്തില്ല എന്ന് ഓർത്ത് നിസ്കാരം സ്വഹീഹാവാതിരിക്കൊന്നുമില്ല, സുന്നത്തല്ലേ ഉള്ളൂ, കൂലി കുറയും. ഒരാള് സുന്നത്തല്ലേ ഉള്ളൂ എന്ന അവഗണനാ മനോഭാവത്തോടുകൂടെ സലാം വീട്ടി, മനഃപൂർവ്വം സലാം വീട്ടിയാൽ ആ മനുഷ്യന് സഹ്വിന്റെ സുജൂദിന്റെ അവസരം നഷ്ടപ്പെട്ടു. ഇനി ഒരാൾ സഹ്വിന്റെ സുജൂദ് ചെയ്യാതെ മറന്ന് സലാം വീട്ടിയാൽ, ഒരുപാട് സമയം ദൈർഘ്യമായിട്ടില്ലെങ്കിൽ, മറന്നുപോയി സലാം വീട്ടിപ്പോയാൽ ഒരുപാട് സമയം ദൈർഘ്യമായില്ലെങ്കിൽ വേഗം തന്നെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് സഹ്വിന്റെ സുജൂദ് അങ്ങോട്ട് ചെയ്യാ. വീണ്ടും മടങ്ങി ഇടയിലെ ഇരുത്തം ഇരുന്നു കൊണ്ട് 2 പ്രാവശ്യമാണല്ലോ സഹ്വിന്റെ സുജൂദ്, സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ തന്നെ. മറന്നാണ് സലാം വീട്ടുന്നത് എങ്കിൽ അവൻ സഹ്വിന്റെ 2 സുജൂദ് ചെയ്ത് അത്തഹിയാത്തിലെ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് സലാം വീണ്ടും വീട്ടണം. എന്തുകൊണ്ട്? സഹ്വിന്റെ സുജൂദിന് വേണ്ടിയിട്ട് മറന്നവൻ വീണ്ടും പ്രവേശിക്കുമ്പോൾ അവൻ നിസ്കാരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിന്റെ പേരിൽ അവൻ നിസ്കാരത്തിന്റെ അതബോടുകൂടെ തന്നെ വീണ്ടും സലാം കൊണ്ട് നിസ്കാരം അവസാനിപ്പിക്കണം. ഒന്നുകൂടി പറയാം, സഹ്വിന്റെ സുജൂദ് ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ട് സലാം വീട്ടിയാൽ അവന് സഹ്വിന്റെ സുജൂദിന്റെ ചാൻസ് പോയി. ഒരാൾ മറന്നുപോയി സലാം വീട്ടിയതാണെങ്കിൽ വേഗം തന്നെ അത്തഹിയാത്തിലേക്ക് ഇരിക്കാം. കുറെ സമയം ആകുന്നതിന് മുമ്പ് തന്നെയാണ്, കുറെ സമയം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേഗം തന്നെ വീണ്ടും അത്തഹിയാത്തിലേക്ക് ഇരിക്കുക. അത്തഹിയാത്തൊന്നും ഓതണ്ട, നേരെ വീണ്ടും സഹ്വിന്റെ സുജൂദ് ചെയ്യാം. എന്നിട്ട് ഒരിക്കൽ കൂടി സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് പിൻവാങ്ങാം. ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ, സഹ്വിന്റെ സുജൂദിന് പറയപ്പെട്ട കാരണങ്ങൾ ഒരെണ്ണം സംഭവിച്ചാലും ഒന്നിലധികം സംഭവിച്ചാലും ഒരു പ്രാവശ്യത്തെ സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ്. ആ നിലക്ക് നേരത്തെ ഒരു സഹ്വിന്റെ സുജൂദിന്റെ കാരണം ഉള്ള ആള് ആണ് അറിയാതെ വീണ്ടും സലാം വീട്ടുക എന്ന കാരണം പിന്നെ ഉണ്ടായത്. അങ്ങനെയുള്ള ആള് ഇതെല്ലാത്തിനും കൂടി ഒരു പ്രാവശ്യം സഹ്വിന്റെ സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടി നിസ്കാരത്തിന് പിൻവാങ്ങിയാലും ആ നിസ്കാരത്തിൽ പ്രശ്നം ഇല്ല. ഇതാണ് അതിന്റെ ഫിഖ്ഹ്. സഹ്വിന്റെ സുജൂദ് യജ്ബുറു സുജൂദു സഹ്വി മാ ഖബ്ലഹു വമാ ബഅദഹു വമാ ഫീഹി മിനൽ ഖലൽ. സഹ്വിന്റെ സുജൂദ് ശേഷമുള്ളതിനും കഴിഞ്ഞു പോയതിനും നിലവിൽ ഉള്ളതിനും ഒക്കെ പരിഹാരം ആണ്. അങ്ങനെയുള്ള 3 നിലക്കുള്ള പിഴവുകൾ, കഴിഞ്ഞു പോയ പിഴവുകൾ, വരാനുള്ള പിഴവുകൾ, നിലവിൽ നിസ്കാരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് സംഭവിച്ച ആ പിഴവുകൾ, ഈ 3 തരം പിഴവുകൾക്കും സഹ്വിന്റെ സുജൂദ് പരിഹാരമാണെന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹ്വിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ലാഹു തആല അത് ഓർത്ത് അമലിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. നിസ്കാരത്തിന്റെ പിഴവുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിൽ സുജൂദ് കൊണ്ട് വിജയിച്ച ആളുകളുണ്ട്, സുജൂദ് കബൂലായ മനുഷ്യന്മാരുണ്ട്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹബീബായ നബി തങ്ങൾ തിരിച്ചറിയുന്ന സുജൂദ് ചെയ്ത ആളുകളുണ്ട്. ആ സുജൂദുകാരിൽ അല്ലാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ. പ്രധാനമായും ചർച്ച ചെയ്യുന്ന 3 സുജൂദുകളിൽ 1 സഹ്വിന്റെ സുജൂദ്, 2 തിലാവത്തിന്റെ സുജൂദ്, 3 ശുക്റിന്റെ സുജൂദ്.
തൽക്കാലം സഹ്വിന്റെ സുജൂദ് അവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റു സുജൂദുകളിലേക്കുള്ള വിശകലനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. തിലാവത്തിന്റെ സുജൂദ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ചെറുപ്പം മുതലേ അതേക്കുറിച്ച് ഒരു ധാരണ ഉള്ളവരുമാണ്. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലോ അല്ലാതെയോ ഖുർആനിലെ ചില ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് പാരായണം ചെയ്ത ആൾക്കും കേട്ട ആൾക്കും സുന്നത്തായ ഒരു സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ്. പാരായണത്തിന്റെ സുജൂദ് എന്നതിന് പറയാം. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ അകത്തും ഉണ്ട്, നിസ്കാരത്തിന് പുറത്തുമുണ്ട്. അതിനുവേണ്ടി ഓതപ്പെടുന്ന അല്ലെങ്കിൽ ആ സുജൂദിന് കാരണമായി വരുന്ന ചില ഖുർആനിന്റെ ആയത്തുകളുണ്ട്. ആ ആയത്ത് ഓതിയാലും അത് കേട്ടാലും സുജൂദ് സുന്നത്താണ്. അങ്ങനെയുള്ള ഒരു സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ്. അത് ആർക്കാണ് സുന്നത്ത്? യുസന്നു ലിഖാരിഇൻ ഫിസ്സലാ വഖാരിജഹാ വമുസ്തമിഇൻ വസാമിഅ ഖാരിജഹാ. നിസ്കാരത്തിൽ തിലാവത്തിന്റെ ആയത്ത് നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത് സജദയുടെ ആയത്ത് ഓതിയ ഇമാമ്, ആ ഇമാമിനെ കേട്ട മഅ്മൂമ്, അവർക്ക് സുന്നത്താണ്. നിസ്കാരത്തിന്റെ പുറത്തും സജദയുടെ ആയത്ത് ഓതിയ ആള്, നിസ്കാരത്തിന്റെ പുറത്തു നിന്ന് കേട്ട ആള്, അവർക്കും ഈ പറയപ്പെട്ട തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. ഇമാമ സജദയുടെ ആയത്ത് ഓതി ഇമാമ തിലാവത്തിന്റെ സുജൂദ് ചെയ്തില്ല. മഅ്മൂം ഇത് കേട്ടിട്ടുണ്ടല്ലോ. മഅ്മൂമിന് കേട്ടവൻ എന്ന നിലയിൽ സുന്നത്ത് ഉണ്ടാവണമല്ലോ. പക്ഷേ മഅ്മൂമ് ഇമാമ് ചെയ്യാതെ മഅ്മൂമ് തിലാവത്തിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. തിലാവത്തിന്റെ സുജൂദ് ഇമാമ് ചെയ്യുകയും മഅ്മൂമ് ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്താലും ആ മഅ്മൂമിന്റെ നിസ്കാരവും ബാത്തിലാകും. സഹ്വിന്റെ സുജൂദിൽ നേരെ തിരിച്ചറിഞ്ഞു. സഹ്വിന്റെ സുജൂദ് ഇമാമിനെ പിഴവ് പറ്റി, ഇമാമ് മനഃപൂർവ്വം സഹ്വിന്റെ സുജൂദ് ചെയ്തില്ല, അല്ലെങ്കിൽ മറന്നു ചെയ്തില്ല. പക്ഷെ മഅ്മൂമിന് ബോധ്യമുണ്ട് ഇമാമിന് തെറ്റ് പറ്റിയതും അയാൾ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതാണെന്നും മഅ്മൂമിന് ബോധ്യമുണ്ട്. എന്നാൽ ആ മഅ്മൂമിന് സഹ്വിന്റെ സുജൂദ് ചെയ്യാം. തിലാവത്തിന്റെ സുജൂദിൽ വരുമ്പോൾ അങ്ങനെയല്ല. ഇമാമ് ചെയ്താലേ ചെയ്യാൻ പറ്റും. ഇമാമ് ചെയ്തിട്ട് ചെയ്യാതെ മാറി നിന്നാലും ഇമാമ് ചെയ്യാതെ ചെയ്താലും നിസ്കാരം ബാത്തിലാകും. ഇനി ഫിഖ്ഹിന്റെ ഒരു പ്രധാന മസ്അലയാണ് വതഹറുമുൽ ഖിറാഅത്ത് ബിഖസ്ദി സുജൂദി ഫഖത്ത് ഫി സ്വലാത്തിൻ. നിസ്കാരത്തിൽ സൂറത്ത് ഓതുമ്പോ ആ സൂറത്ത് ഓതുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഇന്ന് ഈ സൂറത്ത് ഓതിയിട്ട് അല്ലെങ്കിൽ ഈ ആയത്ത് ഓതിയിട്ട് ജനങ്ങളെ കൊണ്ട് തിലാവത്തിന്റെ സുജൂദ് ചെയ്യിക്കാന്ന് ഇമാമ് കരുതലോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കരുതി ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം ഒരു സൂറത്തോ അല്ലെങ്കിൽ സുജൂദ് ചെയ്യേണ്ടതായ ആയത്തോ ഓതൽ ഹറാമാകും. സുജൂദ് എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് ഓതിയതിൽ. അങ്ങനെ ഓതല്, അങ്ങനെ സജദയുടെ ആയത്ത് ഓതല് ഹറാമാകും. ഈ രീതിയിൽ മാത്രമല്ല, അങ്ങനെ ഹറാമാകുന്ന രീതിയിൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടി മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ അതിന് ഓതി ആ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. നേരെ മറിച്ച് ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതൽ സുന്നത്താണല്ലോ. ആ സുന്നത്ത് കരുതി അപ്പൊ കുഴപ്പമില്ല. ആ സുന്നത്തിലൊരു തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പറ്റിയാ ചെയ്യാം. രണ്ടും കൂടി കരുതിയ കുഴപ്പമില്ല. നേരെ മറിച്ച് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാനേ ഞാൻ ഇത് ഓതുന്നത്, അങ്ങനെ അതിന് മാത്രം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും ചെയ്യും. അങ്ങനെ ചിന്തിക്കല് തന്നെ, അങ്ങനെ ചിന്തിച്ച് ഓതല് തന്നെ ഹറാമാണ്. അപ്പൊ ഏതായാലും വളരെ സൂക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ് തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ്, അതായത് പാരായണത്തിന്റെ സുജൂദ്, അതിന് 10 ഷർത്തുകൾ ഉണ്ട്. 10ഓളം ഷർത്തുകൾ ഉണ്ട്. അതില് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട 4 എന്തായാലും ഉണ്ട്. ബാക്കി 6 അതല്ലാത്തതാണ്. തിലാവത്തിന്റെ സുജൂദിന്, പാരായണത്തിന്റെ സുജൂദിന് 10 ഷർത്തുകളാണുള്ളത്. ആ 10 ഷർത്തുകളിലെ ആദ്യത്തെ 4 ഷർത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെയാണ്. പിന്നെ ഉള്ള 6 ഷർത്ത് വേറെയാണ്. നിസ്കാരത്തിന്റെ ഷർത്ത് ഒന്ന് വേഗം പറയാം. നിസ്കാരത്തിന്റെ ഷർത്ത് 1 ശുദ്ധി ഉണ്ടാവണം അശുദ്ധിയിൽ നിന്ന്. 2 ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടാവണം. 3 ഔറത്ത് മറക്കണം. ഇതൊക്കെ തിലാവത്തിന്റെ സുജൂദിൽ വേണ്ടതാണ്.
നാലാമത്തേത് ഖിബലക്ക് മുന്നിടണം. ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ തിലാവത്തിന്റെ സുജൂദിലും നിസ്കാരത്തിലും ഒരുപോലെ ബാധിക്കുന്ന 4 ഷർത്തുകളാണ്. നിസ്കാരത്തിന്റെ 5ാമത്തെ ഷർത്ത് സമയം ആയെന്ന് ബോധ്യപ്പെടലാണ്. അത് അവിടെ മുതൽ മാറാണ്. 5ാമത്തെ ഷർത്ത് ഇവിടെ വരുന്നത് 5ാമത്തെ ഷർത്ത് ഇവിടെ വരുന്നത് സുജൂദിന്റെ ആയത്ത് പരിപൂർണമായും അവസാനിച്ച ശേഷമേ സുജൂദ് ചെയ്യാവൂ. 5ാമത്തെ ഷർത്ത് അതാണ്. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നതിന് 10 ഷർത്തുകളുണ്ട്. 4 നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെയാണ്. അതായത് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാം, നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രം, അതുപോലെ തന്നെ സുജൂദ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ വസ്ത്രം, ശരീരം, സ്ഥലം, സുജൂദ് ചെയ്യുന്ന സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയാവാം, ഔറത്ത് മറയ്ക്കാം. 4ാമത്തേത് ഖിബലക്ക് മുന്നിടുക. തിലാവത്തിന്റെ സുജൂദിന്റെ 5ാമത്തെ ഷർത്ത് ഏത് ആയത്തിന്റെ പേരിലാണോ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് ആ ആയത്തിൽ നിന്നും പരിപൂർണമായും വിരമിച്ചിരിക്കണം. ആ ആയത്ത് പരിപൂർണമായും ഓതി കഴിഞ്ഞ ശേഷമാണ് സുജൂദിന്റെ ടൈം ആരംഭിക്കുക. 5ാമത്തെ ഷർത്ത് അതാണ്. 6ാമത്തെ ഷർത്ത് ഖിറാഅത്തു ഔ സമാഉ ജമീഇ ആയാതിഹ. തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുള്ള ആ ആയത്ത് പരിപൂർണമായും കേട്ടിരിക്കണം, അല്ലെങ്കിൽ പരിപൂർണമായും ഓതിയിരിക്കണം. ഓതനാൾക്കും കേൾക്കണ ആൾക്കും സുന്നത്താണല്ലോ. 7ാമത്തെ ഷർത്ത് ഈ ഓതപ്പെടുന്ന ആ ആയത്ത് മയ്യത്ത് നിസ്കാരം അല്ലാത്തതിലായിരിക്കണം. മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനെ പ്രത്യേകം ആയത്ത് ഓതേണ്ട ഘട്ടം വരുന്നില്ലല്ലോ. പക്ഷെ ഒരു മയ്യത്ത് നിസ്കാരത്തിന്റെ അകത്ത് ഒരാൾ പ്രവേശിച്ചിരിക്കുമ്പോ അവൻ നിസ്കാരത്തിന്റെ അകത്ത് നിൽക്കെ വേറെ ഒരാള് തിലാവത്തിന്റെ സുജൂദിന് പറ്റിയ ആ സജദയുടെ ആയത്ത് ഓതുന്ന നിസ്കാരത്തിന്റെ അകത്ത് വെച്ചവൻ കേട്ടവനും സുന്നത്താണല്ലോ. അപ്പൊ മയ്യത്ത് നിസ്കാരാണെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ വെച്ച് ഈ ഖിറാഅത്ത് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഖിറാഅത്തിന് മറുപടി ഉണ്ടാവാൻ പാടില്ല. അതാണ് 7ാമത്തെ ഷർത്ത്. 8ാമത്തെ ഷർത്ത് കൗനുഹാ മഖ്സൂദത്തൻ മശ്റൂഅത്തൻ. മഖ്സൂദാവണം, മശ്റൂഅയാവണം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കപ്പെടുന്നത് അത് ഓതേണ്ട ആള് ഓതിയിട്ട് കേൾക്കുക. ആ രീതിയിലുള്ള നിയമവശം കൃത്യമായിട്ടുള്ളതായിരിക്കണം. ഉദാഹരണം, തത്തമ്മ എന്ന് പറയുന്ന പക്ഷി സംസാരിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അത് സംസാരിച്ചത് സജദയുടെ ആയത്താണെങ്കിൽ അടിസ്ഥാനപരമായി അങ്ങനെ ഒരു ഓതാനുള്ള അർഹത ആ ജീവിക്ക് ഇല്ലാത്തതാണ്. ആ പക്ഷി സജദയുടെ ആയത്ത് ഓതിയത് കേട്ട ആള് സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അടിസ്ഥാനമായി അത് ഓതാനുള്ള അർഹത ആ പക്ഷിയിൽ ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ഉപകരണങ്ങൾ വെച്ചുള്ള പാരായണം കേട്ടാലും അവനും സുജൂദ് ചെയ്യേണ്ടതില്ല. ഉദാഹരണം, മൊബൈൽ ഫോണിൽ സജദയുടെ ആയത്ത് കേട്ടാൽ ആ ആള് കേട്ടതിന്റെ പേരിൽ ഓതേണ്ടതില്ല. കാരണം ആ ഉപകരണം അടിസ്ഥാനപരമായി അത് ഓതുക എന്ന യോഗ്യതയിൽ ഉള്ളതല്ല. അതൊരു മനുഷ്യനായിരിക്കണം, അത് സംസാരശക്തി ഉള്ള ഒരു മുസ്ലിമായ മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ്. ഫലാ സുജൂദ ലിസമാഇഹാ മിനൽ ബബ്ഗാഇ. തത്തയിൽ നിന്നും കേട്ടാൽ സുജൂദ് വേണ്ട. ഔ മിനൽ മുസജ്ജലത്തി ശരീതിയ്യത്തി, അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡ് പോലെയുള്ള മൊബൈൽ പോലെയുള്ളതിൽ നിന്നും കേട്ടാൽ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം കൗനിഹിമ ഗൈറ മഖ്സൂദ്, ലക്ഷ്യമാക്കപ്പെടാത്ത വസ്തുവാണത്. ഈ സുജൂദിന് വേണ്ടി പാരായണത്തിന്റെ അർഹത കൊടുക്കപ്പെടാത്ത 2 കാര്യങ്ങളാണ് തത്ത, ടേപ്പ് റെക്കോർഡ് പോലെയുള്ള ഉപകരണങ്ങൾ, ജീവികൾ. അങ്ങനെയുള്ളടത്ത് സുജൂദ് കേട്ടതിന്റെ പേരിൽ സുജൂദ് ചെയ്യേണ്ടതില്ല. പിന്നെ അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഈ ആയത്തിനെ കൈകാര്യം ചെയ്യാൻ അർഹതയില്ലാത്ത ആള് ഓതി, ഉദാഹരണം, ഒരു ജനാപത്തുകാരൻ ഓതിയത് കേട്ടതിന്റെ പേരിൽ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അടിസ്ഥാനപരമായി അയാൾക്കത് ഓതാനുള്ള അർഹതയിലെത്തിയിട്ടില്ല. അപ്പൊ ചോദിക്കും, ഒരു മുസ്ലിം അല്ലാത്ത ആള് ഓതിയാൽ ഒരു തെറ്റൂല, അയാൾ വൃത്തിയായിട്ട് ഓതിയാൽ
അത് കേട്ടവൻ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? വേണ്ട. എന്തുകൊണ്ട്? അവൻ ശറഇന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ അവൻ മുസ്ലിം ആവണം. മുസ്ലിം ആകുമ്പോഴാണ് ശറഇന്റെ നിയമങ്ങളിൽപ്പെട്ട ജനാബത്ത് കുളി അവനെ ബാധിക്കുന്നത്. അപ്പോഴും അവൻ ജനാബത്തുകാരൻ എന്ന ഹുക്കുമിൽ തന്നെയാണ്. അതുകൊണ്ടൊരു അമുസ്ലിമിന്റെ പാരായണം കേട്ടാലും ഓതേണ്ടതില്ല. അതുപോലെ തന്നെ ഫിത്തന ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ പെണ്ണ് ഉറക്ക ഓതല് പാടില്ലല്ലോ. അവളുടെ ശബ്ദത്തെ ആസ്വദിക്കുന്ന ഹറാമിയായ ഒരു ചുറ്റുപാട് ഉണ്ട്. അപ്പോൾ അവൾ ഉറക്കോതാൻ പാടില്ല. ആ ഹറാമായ ചുറ്റുപാടിൽ ഹറാമാണ് എന്ന് അറിയാവുന്ന നിലക്ക് തന്നെ ഒരു പെണ്ണ് ഹറാമായ ചുറ്റുപാടിലേക്ക് ഉറക്ക ഓതി, അത് കേൾക്കുന്നവനറിയാം ആ ഓതൽ എപ്പോഴും വേണ്ടാത്തതാണ്. കാരണം ഇത് മറ്റുള്ളവർ കേട്ടാസ്വദിക്കുന്നു, അവളിൽ ഹറാമ ചിന്തിക്കുന്നു എന്ന അവസ്ഥയിൽ അവൾ ശബ്ദം കൊണ്ട് അങ്ങനെ പ്രകടിപ്പിക്കേണ്ടതില്ല. അത് ഹറാമായ ഒരു ചുറ്റുപാടാണ്. അങ്ങനെ ഹറാമായ ചുറ്റുപാടിൽ പെണ്ണ് ഓതുന്നത് കേട്ടാലും തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, തിലാവത്തിന്റെ സുജൂദ് അത് അർഹമായ അവസ്ഥയിൽ, തിലാവത്തിന്റെ സുജൂദ് അർഹമായ അവസ്ഥയിൽ സജദയുടെ ആയത്ത് ഓതുന്നവനിൽ നിന്നോ കേൾക്കുന്നവനിൽ നിന്നോ മാത്രമാണ് ഉണ്ടാകേണ്ടത്. 8ാമത്തെ ഷർത്ത് അതാണ്. 9ാമത്തെ ഷർത്ത്, ഒരൊറ്റ സമയത്തിൽ തന്നെ ഈ ആയത്ത് കേൾക്കണം പരിപൂർണമായി. ഒറ്റ ആള് പൂർണ്ണമായി ഓതിയതും വേണം. അല്ലാതെ 2 ആള് കൂടിയിട്ട് ഒരാള് പകുതി ഓതി ബാക്കി പകുതി മറ്റേ ആൾ ഓതി എന്നാലും പറ്റൂല. ഒരാളിൽ നിന്ന് തന്നെ ഈ ആയത്ത് കേൾക്കണം. അതുപോലെ തന്നെ ഈ ആയത്തുകളുടെ ഇടയിൽ വലിയ ദൈർഘ്യത കൊണ്ട് വിട്ടുപിരിക്കാൻ പാടില്ല. അതായത് ആയത്ത് ഒരാൾ തന്നെ ഓതിയത്, പക്ഷെ അവൻ അത് ഓതിയിട്ട് ഒരു 10, അതിന്റെ കുറച്ച് ഭാഗം ഓതിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി കുറച്ച് ഭാഗം ഓതി. അങ്ങനെ വിട്ടു ഓതിയാലും കേട്ടവൻ അതിന്റെ പേരിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. പരിപൂർണമായി ഓതിയാൽ മാത്രം, പരിപൂർണമായി ഓതി കേട്ടാൽ മാത്രമാണ് ആയത്തിന്റെ പകുതി ഓതിയുള്ളൂ, അല്ലെങ്കിൽ സുജൂദിന്റെ ആ പരാമർശമുള്ള ആ ഭാഗം മാത്രമേ ഓതിയുള്ളൂ, അതിന് മുമ്പുള്ള ഓതിയില്ല. എന്നാൽ തിലാവത്തിന്റെ സുജൂദ് അവിടെ ഇല്ല. അതുപോലെ തന്നെ ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സന്ദർഭം എന്ന് പറയുന്നത് ആ സജദയുടെ ആയത്ത് തീർന്ന ശേഷമാണല്ലോ. സജദയുടെ ആയത്ത് തീർന്ന് കുറെ നേരം, 10ാമത്തെ ഷർത്ത് അതാണ്, സജദയുടെ ആയത്ത് തീർന്നിട്ട് കുറെ നേരം കഴിഞ്ഞ് സുജൂദ് ചെയ്യാൻ പാടില്ല. സജദയുടെ ആയത്ത് തീരുന്നത് മുതൽക്ക് സുജൂദ് ആരംഭിക്കുന്നതിന്റെ ഇടയിലായി വലിയ ദൈർഘ്യത ഉണ്ടാവാൻ പാടില്ല. ഇതാണ് 10ാമത്തെ ഷർത്ത്. ഇങ്ങനെ 10 ഷർത്തുകൾ തിലാവത്തിന്റെ സുജൂദിന് ഉള്ളതാണ്. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരമല്ലാത്ത സന്ദർഭത്തിലുണ്ടല്ലോ. 10 ഷർത്ത് കഴിഞ്ഞിട്ട് ഇനി വേറെ കാര്യം പറയുന്നത്. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരം അല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണ്ട്. അതായത് കേൾക്കുന്ന ആൾക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം, അവൻ നിസ്കാരത്തിലല്ല. ഇനി ഖുർആൻ പാരായണം നടന്ന് നിസ്കാരത്തിലല്ല, പുറത്താണ്, മേശപ്പുറത്തിരുന്ന് മുസഫ് നിവർത്തിച്ച് കസേര ഇട്ടിരുന്ന് സാധാരണ ഖുർആൻ ഓതും പോലെ ഓതുന്നു. അപ്പൊ ഓതുന്ന ആള് നിസ്കാരത്തിലല്ല, സാധാരണ ഖുർആൻ ഓതുന്നു. കേൾക്കുന്ന ആള് നിസ്കാരത്തിലല്ല. അപ്പൊ നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ 4 ഫർളുകളുണ്ട്. 1, ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ്. 2, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹു അക്ബർ പറഞ്ഞ് കൈ കെട്ടണം. നിന്നിട്ട് കെട്ടാം, ഇരുന്നിട്ടും ആവാം, കുഴപ്പമില്ല. 3ാമത്തേത് ഒരു സുജൂദാണ് തിലാവത്തിന്റെ സുജൂദുള്ളത്, ഒറ്റ സുജൂദുള്ളൂ. 4ാമത്തേത് ആ സുജൂദ്, 4ാമത്തേത് സലാം വീട്ടലാണ്. ആ സലാം സുജൂദി സ്വലാത്തി വസ്സലാമിയ, നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ ആയിരിക്കണം. നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ ആയിരിക്കണം. ഒറ്റ സുജൂദുള്ളൂ. അപ്പൊ 4 ഫർളാ ഉള്ളത്. നിസ്കാരത്തിലെ തിലാവത്തിന്റെ സുജൂദ് അല്ലാട്ട് പറഞ്ഞത്. നിസ്കാരത്തിന് പുറത്താണെങ്കിൽ സാധാരണ ഖുർആൻ ഓതുമ്പോ, നിസ്കാരത്തിൽ ഖുർആൻ ഓതിയതല്ല, സാധാരണ ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ സാധാരണ ഖുർആൻ ഓതുന്നു പുറത്തുനിന്ന് കേട്ട സമയത്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ 4 ഫർളാ ഉള്ളത്. 1 നിയ്യത്ത്, ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. 2, തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടാം. 3ാമത്തേത് കൈകെട്ടണമെന്നില്ല, തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ പറഞ്ഞ് തിലാവത്തിന്റെ സുജൂദിലേക്ക് പ്രവേശിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം ഫസ്റ്റ്. അത് കഴിഞ്ഞ് സുജൂദിലേക്ക് അവൻ തക്ബീർ ചൊല്ലിയിട്ട് പോവാം. എന്നിട്ട് ഒരു സുജൂദ് ചെയ്യാം. 3ാമത്തേത് ഒരു സുജൂദ് ചെയ്യാം. 4ാമത്തേത് സലാം വിട്ട. നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ തന്നെ സലാം വിട്ട. ഇനി കേട്ടോളൂ, തിലാവത്തിന്റെ സുജൂദിന് ധാരാളം സുന്നത്തുകളുണ്ട്.
ഇതാർക്കാണ് പറയുന്നത്? നിസ്കാരത്തിന്റെ പുറത്ത് തിലാവത്തിന്റെ സുജൂദ് സംഭവിക്കേണ്ട ഘട്ടത്തില പറയുന്നത്. നിസ്കാരത്തിന്റെ വേറെ പറയുന്നത് കേട്ടോ. വസുന്നത്തുഹു ഫീ ഗൈരി സ്വലാത്തി അത്തലഫ്ഫുദു ബിന്നിയ്യത്തി. നിയ്യത്ത് വായ കൊണ്ട് പറയലാണ് അവർക്ക് സുന്നത്ത്. നിയ്യത്തിലെ സുന്നത്ത് വായ കൊണ്ട് പറയാം, മനസ്സിൽ കരുതുന്നതിന് കൂടെ തന്നെ. അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് 2 കൈ ചുമലിന്റെ നേരെ ഉയർത്തൽ സുന്നത്താണ്. തക്ബീർ തഹറുമി. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോവാൻ നേരത്ത് കുനിയുമ്പോ നിന്നിട്ട് കൈ കെട്ടുന്ന ആളാണെങ്കിൽ കുനിഞ്ഞ് സുജൂദിലേക്ക് പോകുന്ന ആ കുനിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് വേറെ ഒരു തക്ബീർ ചൊല്ലിയിട്ട്, സാധാരണ സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലും പോലെ തക്ബീർ ചൊല്ലിയിട്ട് പോലെ സുന്നത്താണ്. അതുപോലെ തന്നെ സുജൂദിൽ നിന്നും ഉയർന്നു വരുമ്പോ, സുജൂദിൽ നിന്നും ഉയർന്ന് അത്തഹിയാത്തിന്റെ ഇരിക്കും പോലെ ഇരുന്നിട്ട് സലാം വീട്ടാണല്ലോ, ആ എണീറ്റ് വരുമ്പോഴും ഒരു തക്ബീർ സുന്നത്താണ്. സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും ചില ആളുകൾ കൈ ഉയർത്തുന്നത് കാണാറുണ്ട്. അതായത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് കൈ ഉയർത്തി പോവേണ്ടതില്ല. സാധാരണ നിസ്കാരത്തിൽ അങ്ങനെ പോകാറില്ലല്ലോ. കൈ ഉയർത്തി സമീഅ അല്ലാഹു ലിമൻ ഹമിദഹു കൈ ഉയർത്തുന്ന പോലെ കൈ ഉയർത്തിയിട്ട് സുജൂദിലേക്ക് പോകലില്ല. റുക്കൂയിലേക്ക് പോകലുണ്ട്, പക്ഷെ സുജൂദിലേക്ക് പോകലില്ല. ചില ആളുകൾ അങ്ങനെ കാണിക്കലുണ്ട്. എങ്ങനെ? ഈ തിലാവത്തിന്റെ സുജൂദിന് വേണ്ടിയിട്ട് സുജൂദിലേക്ക് പോണ കുനിച്ചിലിന് സ്പെഷ്യലായിട്ട് കൈ ഉയർത്തുന്ന രീതിയുണ്ട്. അതിന്റെ ആവശ്യം ഇല്ല. അതുപോലെ തന്നെ സലാം വീട്ടാൻ വേണ്ടിയിട്ട് സാധാരണ സലാം വീട്ടാൻ ഇരിക്കുന്ന അത്തഹിയാത്തിന്റെ ആ രൂപത്തിൽ തന്നെ ഇരിക്കൽ പ്രത്യേക സുന്നത്താണ്. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് ഒന്നല്ലേ ഉള്ളൂ, ആ സുജൂദിൽ ചൊല്ലല് സുന്നത്തായ ഒരു പ്രത്യേക ദിക്റുണ്ട്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസ്റഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്ർ ചൊല്ലല് പ്രത്യേക സുന്നത്താണ്. ഒന്നുകൂടി പറയാം. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസ്റഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലാം. അല്ലാഹുവേ, എന്റെ മുഖം നിനക്ക് സുജൂദ് ചെയ്തു, നീയാണിത് സൃഷ്ടിച്ചത്, നീയാണിത് രൂപപ്പെടുത്തിയത്, ഇതിന്റെ കണ്ണും കാതുമൊക്കെ കീറിയതും തുളയിട്ടതുമൊക്കെ നീ തന്നെയാണല്ലാ, നിന്റെ കഴിവ് കൊണ്ട് ശക്തി കൊണ്ട് ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവേ, നീ എത്ര മനോഹരമായ സൃഷ്ടിപ്പ് നടത്തുന്നവനാണ്. അപ്പോ നിസ്കാരത്തിന്റെ പുറത്ത് സഹ്വിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന രീതികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കേട്ടോളൂ. വമക്റുഹാതുഹു മക്റുഹാതുസ് സ്വലാത്തി വമുബ്തിലാതുഹു മുബ്തിലാതുസ് സ്വലാഹ്. തിലാവത്തിന്റെ സുജൂദിൽ കറാഹത്തായ കാര്യങ്ങൾ നിസ്കാരത്തിൽ കറാഹത്താകുന്ന എല്ലാ കാര്യങ്ങളുമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. തിലാവത്തിന്റെ സുജൂദിൽ ആ സുജൂദിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തിലാവത്തിന്റെ സുജൂദിനെ ബാത്തിലാക്കും. ഉദാഹരണം, ഒളു മുറിഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവൂലോ? ഔറത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് വെളിവായാൽ അത് നമ്മൾ മനഃപൂർവ്വം വെളിവാക്കിയതാണ് എങ്കിൽ നിസ്കാരം ബാത്തിലാവൂലോ എന്ന് പറഞ്ഞ പോലെ തിലാവത്തിന്റെ സുജൂദിന്റെ അവസരവും നഷ്ടപ്പെടും, അതും ബാത്തിലാകും. ഇനി കേട്ടോളൂ. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് നിസ്കാരത്തിൽ ഓതിയപ്പോഴാണ് എങ്കിൽ അവിടെ ഒറ്റ ഫർദേ ഉള്ളൂ, നിയ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒറ്റ ഫർദേ ഉള്ളൂ, ഒരു സുജൂദ് ചെയ്യാ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സുന്നത്തായ കുറച്ച് കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ അകത്താണ് തിലാവത്തിന്റെ സുജൂദ് എങ്കിൽ സുന്നത്തായ കാര്യം, ആ ഒരു കൽബിൽ ഒരു കരുതൽ വേണം, ഞാൻ തിലാവത്തിന്റെ സുജൂദിലേക്കാണ് പോണെന്നുള്ളത്. അതുപോലെ തന്നെ സുജൂദിന് വേണ്ടി കുനിയുന്ന നേരത്ത് കൈകെട്ടി നിന്ന് ഫാത്തിഹ സൂറത്ത് ഓതി ഇപ്പോഴാണല്ലോ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ആ കുനിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ഒരു തക്ബീറും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും കൈ കെട്ടണം, ഖിയാമിലേക്ക് വീണ്ടും വരണം. അന്നേരം കൈ ഉയർത്താൻ പാടില്ല, പോകുമ്പോഴും കൈ ഉയർത്താൻ പാടില്ല. സാധാരണ പോകുമ്പോഴാണ് പോവാ, വന്നിട്ട് കൈ ഇങ്ങനെ കെട്ടാം. അങ്ങനെ വരുമ്പോഴും പോകുമ്പോഴും കൈ ഉയർത്താതെ തക്ബീർ ചൊല്ലല് സുന്നത്താണ്. അതുപോലെ തന്നെ ആ തിലാവത്തിന്റെ ഒറ്റ സുജൂദ് അവിടെ ചെയ്യുന്ന നേരത്ത് ആ സുജൂദിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ ദിക്ർ ചൊല്ലല് സുന്നത്താണ്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസ്റഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് നിസ്കാരത്തിന്റെ അകത്ത കാര്യമാണ് ഇപ്പൊ പറയുന്നത്. നിസ്കാരത്തിന്റെ അകത്താണെങ്കിൽ ഒറ്റ ഫർദേ ഉള്ളൂ, ആ സുജൂദ് സുന്നത്തായ കാര്യമാണ്. ആ സുജൂദിലേക്ക് പോകുമ്പോൾ മനസ്സിലൊന്ന് കരുതാൻ, ഞാൻ തിലാവത്തിന്റെ സുജൂദിനാണ് പോകുന്നതെന്ന്. പോകുമ്പോഴും അവിടെ പോയി സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴും കൈ ഉയർത്താതെ തക്ബീർ ചൊല്ല, ഇതൊക്കെ സുന്നത്താണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദിക്ർ ആ സുജൂദിൽ ചൊല്ലല് സുന്നത്താണ്. അതുപോലെ തന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുന്നിട്ട് എണീറ്റ് വരാൻ നിൽക്കണ്ട. സാധാരണ അങ്ങനെ ഉണ്ടല്ലോ, അടുത്ത റക്അത്തിലേക്ക് വരുമ്പോൾ ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ടാണ് എണീറ്റ് വരാം.
ആ ഇരുത്തം ഇരിക്കാതിരിക്കുക എന്നത്, ആ ഇരുത്തത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് പ്രത്യേകമായ സുന്നത്ത്. നിസ്കാരത്തിന്റെ അകത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി കേട്ടോളൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ സുജൂദ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം അവിടെ ഇല്ല. ഉദാഹരണം, ഉളു ഇല്ലാതെ മുസഹഫ് തൊടാതെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യണം. ഉളു വേണ്ടല്ലോ ഖുർആൻ പാരായണം ചെയ്യണത്. പക്ഷെ ഉളു എടുത്ത് ചെയ്യൽ വലിയ ഫضലാണ്, വലിയ ശ്രേഷ്ഠതയാണ്, ഒരുപാട് കൂലി കിട്ടും, ഇരട്ടിക്കൂലികളാണ്. ഉളു ഇല്ലാന്ന് വെക്ക, അയാൾക്ക് കാണാപ്പാടറിയാവുന്ന ഭാഗമാണ്. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സജദയുടെ ആയത്തിലൂടെ പാസ് ചെയ്തു, നിലവിൽ ഒതുവില്ലല്ലോ. അങ്ങനെ ഈ സുജൂദ് ഒഴിവാക്കി പോകുന്ന ഘട്ടത്തിൽ 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നത് ചൊല്ലല് 4 വട്ടം ചൊല്ലേണ്ടതാണ് ഈ സുജൂദിന് പകരമായിട്ട്. സുജൂദ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല. ഒരാൾ അവിടെ ഇരുന്ന് തിലാവത്തിന്റെ സുജൂദിനുള്ള ആയത്ത് ഓതുന്നത് ഇപ്പുറത്തുനിന്ന് ഒരാൾ കേൾക്കാണ്. കേൾക്കുന്നവനും സുജൂദ് സജദയിൽ ആയത്ത് കേട്ടാൽ സുജൂദയിൽ സുന്നത്താണല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്നവൻ ഇപ്പോൾ അവിടെ ഒതു കൊടുക്കാനോ പറ്റിയ സൗകര്യത്തിലോ അല്ല. മേത്ത് നജസുണ്ട്, ശരീരത്തിൽ നജസുണ്ട്, എന്നാ ഒതു ഉണ്ട്. മുസാഫ് എടുക്കാൻ കുഴപ്പമില്ല, നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളൂ. ശരീരത്തിൽ നജസുണ്ട്, പക്ഷെ ഒതു ഉണ്ട്. മുസാഫ് എടുക്കുന്നതിന് പ്രശ്നമല്ല. ആ ആൾക്ക് ഖുർആൻ ഓതുന്നതിന് കുഴപ്പമില്ല. പക്ഷെ സുജൂദ് ചെയ്യണമെങ്കിൽ നജസുള്ളത് പറ്റൂല. അപ്പോ സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സന്ദർഭത്തിൽ 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലാവുന്നതാണ് ഈ സുജൂദിന് പകരം. ഏതുപോലെ പള്ളിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു, പള്ളിയിൽ കയറിയപ്പോൾ അവന് ഒളു ഉണ്ടായില്ല. തഹിയ്യത്ത് നിസ്കാരമുണ്ടല്ലോ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ, ആ തഹിയ്യത്ത് നിസ്കാരം ഒളു ഇല്ലാത്തതിന്റെ പേരിൽ ഇവൻ നിസ്കരിക്കാതെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ, ഉദാഹരണം പള്ളിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ കയറാണ്, അവൻ മറന്നു വെച്ച കൊട എടുക്കാൻ വേണ്ടിട്ട് പള്ളിയിലേക്ക് കയറി വന്നു, കാലമൊക്കെ കഴിയേറി കൊട എടുക്കാൻ വരുമ്പോ പിന്നെ ഒളു എടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പള്ളിയിൽ എപ്പോൾ കയറിയാലും തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ അതിന് പരിഹാരമായിട്ട് 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ആ ദിക്ർ ഈ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ 4 വട്ടം ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദ് ഒഴിവാക്കപ്പെടുന്നോടത്തും ഈ ദിക്ർ 4 വട്ടം ചൊല്ലിയാൽ മതി. തുഹ്ഫ ഷർവാനി അടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി കേട്ടോളൂ, അതുപോലെ തന്നെ ഒരു മനുഷ്യന് ശുക്രന്റെ സുജൂദ് നമ്മൾ പറയുമ്പോ, ശുക്രന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നപ്പോഴും അത് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. ശുക്രന്റെ സുജൂദ് ഒരാളുടെ ബലാ മുസീബത്ത് കാണുമ്പോൾ പഠിച്ചവന് നമ്മൾ നന്ദി ചെയ്യുക, പഠിച്ചവന് എനിക്കത് വന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരാളുടെ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തെ നമുക്ക് ഓർമ്മ വന്നപ്പോ നമ്മൾ ആ അനുഗ്രഹത്തിൽ സന്തോഷിച്ചിട്ട് ശുക്രന്റെ സുജൂദ് ചെയ്യാൻ പോവാ. അപ്പോഴും നമുക്ക് സുജൂദ് ചെയ്യാനുള്ള സന്ദർഭം ഈ പറയപ്പെട്ട 2 സാഹചര്യത്തിലുമില്ല. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് പോലെ തന്നെ ശുക്രന്റെ സുജൂദ് ഒഴിവാകുന്ന ഒരു ഘട്ടത്തിലും നമുക്ക് 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലണം. 3 വട്ടമല്ലോ, എടുത്ത് പറയാണ് 4 വട്ടാണ് ഈ ദിക്ർ. തിലാവത്തിന്റെ സുജൂദ് ഒഴിവാകുന്നോടത്ത്, പള്ളിയിലെ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാകുന്നോടത്ത്, ശുക്രന്റെ സുജൂദ് ഒഴിവാകുന്നോടത്ത് നമ്മളിത് 4 വട്ടമാണ്. അതിന്റെ എണ്ണം 4 വട്ടം എന്ന് മഹാന്മാരായ ഫുഖഹാ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫ ഷർവാനി അടക്കമാണ് ഞാൻ പറഞ്ഞത്. സാന്ദർഭികമായി നമ്മൾ പറയുന്നു, ശുക്രന്റെ സുജൂദിനെ കുറിച്ചും ഹ്രസ്വമായ ഒരു വിവരണം ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. ശുക്രന്റെ സുജൂദ് യുസന്നു സുജൂദു ശുക്രി, ശുക്രന്റെ സുജൂദ് സുന്നത്താണ്. ലിഹുജൂമി നിഅമത്തിൻ ഔ ഇൻതിഫാഇ നിഖമത്തിൻ, ഒരു വിഷമം മാറിപ്പോയി, ഒരു വിഷമം അള്ളാഹു അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ ഒരു നിഅമത്ത് ഇങ്ങോട്ട് കിട്ടി, അല്ലെങ്കിലോ ഒരു 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 പരീക്ഷിക്കപ്പെടുന്ന ആള്, ഒരു ഇടങ്ങേറ് പിടിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ ഇടങ്ങേറായതുമല്ല രോഗം കൊണ്ടോ, അല്ലെങ്കിൽ ആ മനുഷ്യന് ഹിദായത്തില്ല, അവൻ തലതെറിച്ച് നടക്കാം. അങ്ങനെ ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു മനുഷ്യനെ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴോ
അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു ഒരു ആപത്തിൽ നിന്ന് ഒരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം ഉണ്ടായി, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ശുക്റിന്റെ സുജൂദ് സുന്നത്താണ്. ശുക്റിന്റെ സുജൂദ് നമുക്ക് എന്തെങ്കിലും നിഅമത്ത് കിട്ടിയതിന്റെ പേരിൽ ചെയ്യുമ്പോഴാണെങ്കിൽ അത് രഹസ്യമായി ചെയ്യല്, അത് പരസ്യമായി ചെയ്യണം. എന്തെങ്കിലും നിഅമത്ത് കിട്ടിയതിന്റെ പേരിലാണെങ്കിൽ പരസ്യമായി ചെയ്യണം. ഏതെങ്കിലും ഒരാളുടെ ബലാമുസീബത്ത് കണ്ടപ്പോൾ അള്ളാഹു എന്നെ നീ അതിൽ നിന്ന് ഒഴിവാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നത് അള്ളാഹു അങ്ങോട്ട് തട്ടിമാറ്റി കളഞ്ഞു, അതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യുമ്പോൾ ശുക്റിന്റെ സുജൂദ് രഹസ്യമായും ചെയ്യണം എന്നുള്ളതാണ്. നിഅമത്ത് കിട്ടിയപ്പോ പരസ്യമായി ചെയ്യാം. വിഷമം അള്ളാഹു തട്ടിമാറ്റിയതിന്റെ പേരിലും ഒരു ബലാമുസീബത്തുള്ള ഒരാളെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആയില്ലല്ലോ എന്ന സന്തോഷത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും രഹസ്യമായും ചെയ്യേണ്ടതാണ്. ശുക്റിന്റെ സുജൂദ് ഒരിക്കലും നിസ്കാരത്തിൽ ഇല്ല. നിസ്കാരത്തിൽ ശുക്റിന്റെ സുജൂദ് വന്നാൽ നിസ്കാരം ബാത്തിലാകും. ശുക്റിന്റെ സുജൂദ് ഒറ്റ സുജൂദേ ഉള്ളൂ, തിലാവത്തിന്റെ സുജൂദ് പോലെ തന്നെ ഒറ്റ സുജൂദേ ഉള്ളൂ. അത് നിസ്കാരത്തിൽ ഇല്ലാട്ടോ. ശുക്റിന്റെ സുജൂദ് മനസ്സിലാക്കിക്കോ, ശുക്റിന്റെ സുജൂദ് നിസ്കാരമായിട്ട് ഒരു ബന്ധമല്ല. പക്ഷെ ഒളു വേണം, അതുപോലെ തന്നെ വൃത്തി വേണം, ശുദ്ധി വേണം. ഇതൊക്കെ ആ നേരത്തെ പറഞ്ഞ എല്ലാ നിബന്ധനയും ഇതിനുണ്ട്. നിസ്കാരത്തിന്റെ അകത്ത് ഒരു കാരണവശാലും ശുക്റിന്റെ സുജൂദ് വരൂല, തിലാവത്തിന്റെ സുജൂദേ വരുള്ളൂ നിസ്കാരത്തിന്റെ അകത്ത്. അതുപോലെ തന്നെ നമ്മൾ നിഅമത്തിന് ശുക്റായിട്ട് അല്ലെങ്കിൽ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശുക്റായിട്ട് നമ്മൾ സുജൂദ് ചെയ്യണം എന്നുള്ള തീരുമാനമുണ്ട്. പക്ഷെ കുറെ ടൈം അതിന്റെ ഇടയിൽ നമ്മൾ ഈ നിഅമത്ത് കിട്ടി കുറെ ടൈം കഴിഞ്ഞ്, അല്ലെങ്കിൽ അത് ഓർത്ത് കുറെ ടൈം കഴിഞ്ഞ് ഒരുപാട് സമയത്തിന്റെ ദൈർഘ്യത ഈ സുജൂദ് ചെയ്യുന്നതിന്റെയും അതിന്റെ കാരണത്തിന്റെയും ഇടയിൽ വരുമ്പോ ആ സുജൂദ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. ശുക്റിന്റെ സുജൂദ് നഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് നഷ്ടപ്പെട്ടാലും രണ്ടും ഖളാ വീട്ടേണ്ടതില്ല. രണ്ടിലും ഖളാ വീട്ടുക എന്ന ഓപ്ഷൻ ഇല്ല. ഈ രീതിയിലാണ് സുജൂദിനെ കുറിച്ചുള്ള അതിന്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളുള്ളത്. വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു റെഫറൻസിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ, വല്ലാതെ അവതരിപ്പിക്കാനൊന്നും ഫിഖ്ഹ് അവതരിപ്പിക്കാനൊന്നും സാധുവായി എനിക്ക് കഴിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ഭാഷയുടെ പരിമിതിയിൽ നിന്നും പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറവുകളുണ്ടെങ്കിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ ഉണർത്താം. അതുപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്യുക. മാത്രവുമല്ല ഇനി ഇതിൻ്റെ അകത്ത് വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. തിരക്ക് പിടിച്ചുള്ള ഒരു റഫറൻസ് ആയിരുന്നു. അല്ലാഹു തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ. നമ്മൾ പറഞ്ഞതൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. നമുക്ക് അല്ലാഹു അമല് ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ, തെറ്റുകൂടാതെ അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ടെൻഷൻ കൊണ്ട് രാത്രി ഉറക്കമില്ല എന്ന് പറഞ്ഞ് ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ മാനസിക പ്രയാസം എന്തോ അത് നീ ദൂരീകരിക്കണേ അല്ലാഹ്. സുഖമായ ഉറക്കം നീ നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹീമോഫീലിയ രോഗമുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, വലിയ സങ്കടത്തിലാ കുടുംബം. എപ്പോഴും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. റഹ്മാനായ തമ്പുരാനെ, ആ സഹോദരിയുടെ മക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, അതിൽ ഒരു കുട്ടിക്ക് ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് ഇപ്പൊ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ നൽകണേ അല്ലാഹ്. അവർക്ക് സമാധാനം നിസ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്. അല്ലാഹുവേ, ആ ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്.
ശിഫാ നൽകണേ അല്ലാ. നിസ്കരിക്കാനും അമൽ ചെയ്യാനും സാധാരണ എല്ലാവരെയും പോലെ എല്ലാ കാര്യങ്ങളിൽ ഏർപ്പെടാനും നീ തൗഫീഖ് നൽകുക അല്ലാ. ആ കുടുംബത്തിന്റെ കടബാധ്യതകൾ വീട്ടി കൊടുക്കണേ അല്ലാ. ശരീരത്തിന് വേദന, ജോലിക്കൊന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, തളർച്ചയാണ്. മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ, അവരുടെ എല്ലാ ശാരീരിക വിഷമങ്ങളും വേദനകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ശരീരത്തിന് ആഫിയത്ത് കൊടുക്കുക അല്ലാ. ജോലി ചെയ്യുന്നതിൽ തളർച്ച വരാതെ റബ്ബേ നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ. റബ്ബേ, നടുവേദന ഉള്ള ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, കാലുവേദനയുള്ള സഹോദരങ്ങളടക്കം. അല്ലാഹുവേ, ശരീരത്തിന്റെ വേദനയുള്ള പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ടല്ലോ. അവരുടെയും വേദനകൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. എത്ര വലിയ വേദനകളും പ്രയാസങ്ങളും റബ്ബേ നിന്റെ മഹലായ ഫضل കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സ്ഥാപന സംബന്ധമായ കേസ് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ നാളത്തെ പരിശ്രമത്തിന് ശേഷം അവർക്ക് കിട്ടിയ അവരുടെ സ്ഥാപനമാണ്. ഇപ്പോഴും അതിൽ കേസ് നടക്കുന്നുണ്ട്. ആ കേസ് നീ വിജയിപ്പിക്കണേ അല്ലാ. അവർക്ക് അർഹമായ അവരുടെ സമ്പത്ത് അവരിൽ നീ നിലനിർത്തണേ അല്ലാ. അതിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മകന്റെ വിവാഹം ശരിയാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അവരുടെ മകന്റെയും വിവാഹപ്രായമായ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ പലരുടെയും വിവാഹങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാ. എളുപ്പമാക്കണേ അല്ലാ. ഗൾഫിലുള്ള ഭർത്താവിന് വേണ്ടി നല്ലൊരു ജോലി കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ സഹോദരനെ പോലെ ഞങ്ങളുടെ പ്രവാസികളായ പലരും ജോലി തേടുന്നുണ്ട്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും നീ അർഹമായ ജോലി അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർ എല്ലാവരിലും റബ്ബേ ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അമലിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ നീ നസീബാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളായി ദിവസങ്ങളൊക്കെ പലരും ഖത്മുൽ ഖുർആനൊക്കെ ഓതി മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മൗതാക്കൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.